ബി.ജെ.പിയുടെ ഒരു ഗുജറാത്തായി നിയമം മാറുകയാണ്. അതായത് നിയമത്തെ ബി.ജെ.പിയുടെ പല ശക്തി കേന്ദ്രങ്ങൾ അവർക്ക് നിലനിർത്താൻ സാധിച്ചു. എം.ആർ. ഗോപൻ കഴിഞ്ഞ തവണ 2231 വോട്ടിന് ജയിച്ച എം.ആർ. ഗോപൻ ഇത്തവണയും നിയമം പൊന്നുമംഗലം വാർഡിൽ നിന്ന് ജയിച്ചിരിക്കുകയാണ്. അതുപോലെ മേലാങ്കോട് വാർഡ് ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രമായ മേലാങ്കോട് വാർഡ് ബി.ജെ.പിക്കൊപ്പം. കോർപ്പറേഷൻ നോക്കിയാൽ NDAക്ക് 20ഉം LDFന് 16 സീറ്റുമായി ഇപ്പോൾ മുന്നേറുന്നു. അപ്പോൾ ബി.ജെ.പിയുടെ ഒരു താമര വിരിയാത്തക്ക രീതിയിൽ, കാവിക്കൊടി പറത്തക്ക രീതിയിൽ മറ്റൊരു ഗുജറാത്തായി നിയമം മാറുകയാണോ? നമുക്ക് പറയാൻ ആയിട്ടില്ല. കാരണം വളരെ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു അരമണിക്കൂർ പോരാട്ടം തന്നെയാണ് നടത്തി കൊടുക്കുന്നത്. തിരുവനന്തപുരത്ത് ഇപ്പോൾ അവർ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷെ കട്ടക്കട്ടയുള്ള മത്സരമാണ്, കഴുത്തറപ്പൽ മത്സരമാണ് അവിടെ നടക്കുന്നത്. തൊട്ടു പിന്നിൽ തന്നെ LDF ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ്. ഫോട്ടോ ഫിനിഷാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ കാസർഗോഡ് NDAയുടെ ഒരു മുന്നേറ്റം ഉണ്ടാവുന്നുണ്ട്. പത്തനംതിട്ടയിൽ NDAയുടെ പന്തളം ഉൾപ്പെടെ ആ മുനിസിപ്പാലിറ്റി അവിടെ മുന്നേറ്റം നടത്തുന്നുണ്ട്. NDA മുനിസിപ്പാലിറ്റി അവരുടെയാണ്. അതെ, പത്തനംതിട്ടയിൽ അവർക്കാണ് മുന്നേറ്റം. NDAയുടെ ഒരു മുന്നേറ്റം അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം, അതുപോലെ പാപ്പനംകോട്, ഇവിടങ്ങളിലെല്ലാം മുന്നേറ്റം NDA നേടിയിട്ടുണ്ട്. വിജയഹാള് ഈ പറയുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല. ഈ എം.ആർ. ഗോപൻ ഇപ്പോൾ നിയമത്ത് ജയിച്ച എം.ആർ. ഗോപൻ എൻ്റെ മണ്ഡലം കൂടിയാണ് നിയമം. അദ്ദേഹം വളരെ വികസനത്തിന്റെ കാര്യത്തിലൊക്കെ പാർട്ടി നോക്കാതെ ഏത് പാതിരാത്രിക്കും എന്ത് കാര്യത്തിന് ആളുകൾ വിളിച്ചാലും കറക്റ്റായിട്ട് അവിടെ എത്തുകയും ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും വാർഡിനെ വികസിപ്പിക്കാനും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല എം.ആർ. ഗോപൻ നിയമത്ത് നടത്തുന്നത്. അദ്ദേഹം നമ്മൾ നിയമം എന്ന് കേൾക്കുമ്പോൾ മറ്റാരെക്കാളും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ എം.ആർ. ഗോപന്റെ പേരാ. പല വാർഡുകളും പല ബ്ലോക്കുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മൈൻഡിൽ, നിയമത്തുകാരുടെ മൈൻഡിൽ വരുന്ന ഒരേ ഒരു പേര് എം.ആർ. ഗോപൻ. ഗോപൻ എന്നല്ല പറയണേ, ഇത്തവണ ഗോവേണ്ണൻ എന്നാണ്. ഇത്തവണ ഗോവേണ്ണൻ നിൽക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. കാരണം എം.ആർ. ഗോപൻ ഉണ്ടെങ്കിൽ നിയമം ജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നിയമത്തെ ബി.ജെ.പിക്കാരുടെ ഒരു രീതി എന്ന് പറയുന്നത്. അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുന്നുമുണ്ട്. നിയമത്ത് കുറച്ചുകൂടി ശക്തമായി അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുമുണ്ട്. വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തറയുടെ വലിയ മുന്നേറ്റം NDA അവിടെ നടത്തിയിരിക്കുകയാണ്. വളരെ അത്ഭുതാവഹമായിട്ട് അവിടെ എല്ലാം ഇപ്പം വിജയാഹ്ലാദ പ്രകടനം തുടങ്ങിയിരിക്കുക. തൃപ്പൂണിത്തറ എന്ന് പറയുന്നത് ഇപ്പം NDA പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ തുറന്നിരിക്കുകയാണ്. ഏകദേശം അത് അവർക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ആ കോർപ്പറേഷൻ അവർ പിടിച്ചെടുക്കാൻ കൊടുക്കുകയാണ് ആദ്യമായിട്ട്. അതുപോലെ തന്നെ നിലമ്പൂരിൽ അവർ മുന്നേറ്റം നടത്തുന്നുണ്ട്. തലശ്ശേരി നേരത്തെ മുന്നേറ്റം നടത്തിയിരുന്നതാണ് തലശ്ശേരിയില്. ഇപ്പൊ അതുകൂടാതെ ആദ്യമായിട്ട് ഒരു മുന്നേറ്റം നടത്തുകയാണ് NDA. അപ്പൊ NDA എന്ന് പറയുന്നത് വലിയ ഒരു കുതിച്ചാട്ടം നടത്തുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യത്തിൽ തൊട്ടു പിന്നിൽ LDF ഉണ്ട്. LDF വൻപിച്ച അവരുടെ ആ മെഷീനറി ഉണ്ടല്ലോ, അവരുടെ ആ ശക്തി പ്രകടനം നടത്തിക്കൊണ്ടുമാണ് എങ്ങനെയെങ്കിലും NDA തകർക്കുക എന്നുള്ളൊരു വാശിയോട് കൂടി അവരുടെ പാർട്ടി മെഷീനറി അവിടെ നടത്തുന്നുണ്ട്. അവിടെ UDFന്റെ കാര്യം പോക്കാണ്. പക്ഷേ ഒരു 4 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ അടുത്ത 100ൽ കൂടുതൽ സീറ്റുകളാണ് അവിടെ ഉള്ളത്. അതിൽ എങ്ങനെയായി തീരുമെന്നുള്ളത് നമുക്കിപ്പോൾ 65 സീറ്റ് വരെയൊക്കെ പ്രവചിച്ചിരുന്നത് സർവേ ഫലമൊക്കെ വന്നതാ. പക്ഷെ അത് എങ്ങനെ പോകുമെന്നുള്ളത് ഒരു ആകാംക്ഷയോടെ പ്രവചനത്തിന്റെ വ്യത്യാസം കാണുന്നില്ല. ഇപ്പൊ തന്നെ പണി 10 കഴിഞ്ഞു. ഭൂരിപക്ഷം വരേണ്ടതാണ്. ഒരു 30-നും ഒരു 25-ന് മുകളിൽ പോകേണ്ട സമയം എന്തായാലും ആയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. പക്ഷെ അതിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം. അതെ, NDAക്ക് അവിടെ കിട്ടുമോ? LDFന് ഈസി ആയിട്ട് ജയിക്കായിരുന്നു സാർ തിരുവനന്തപുരം. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം അവർ മികച്ച രീതിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഒരുപക്ഷെ NDA തകർത്തുകൊണ്ട് LDFന് കയറി വരാമായിരുന്നു. ഈ 4 സീറ്റിന്റെ ഒന്നും ഒരു പ്രശ്നമേ വരില്ല. അവിടെ കുതിപ്പ് LDFന് തന്നെയായിരിക്കും. പക്ഷേ നിർത്തിയ മേയർ അവർക്ക് ജനങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു വികസനം കൊണ്ടുവരാൻ പറ്റിയ മേയർ അല്ല. ഇപ്പൊ NDA 21 സാർ, മറ്റൊരു 16 തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് തിരിച്ചതിലേക്ക് തന്നെ വന്നാൽ ഈ LDFനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ 52 സീറ്റ് നേടിയവരാണ് ഇവര്. 52മായിട്ട് 34 NDAക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് നിലനിർത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. അതായത് കോൺഗ്രസിലെ ആൾക്കാർ തന്നെ
NDA വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അട്ടിമറി അതെ അത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യും. പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് നടന്നുണ്ട്. ആ ഒരു അട്ടിമറി അവിടെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതല്ല വ്യത്യാസം വരേണ്ടത് അതല്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് NDA ഉദ്ദേശിച്ച ആ സർവേ നമ്മൾ കണ്ട ആ സർവേയിലും അതുപോലെ തന്നെ നമ്മൾ നടത്തിയ സർവേ ഉണ്ടല്ലോ, ആ സർവേ പ്രകാരം പ്രീ പോൾ സർവേയിലും എല്ലാം തന്നെ വന്നിരിക്കുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. വളരെ ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമാണ് വന്നിരിക്കുന്നത്. ഈ UDF എല്ലായിടും അമ്പേ പരാജയമാണല്ലോ സാർ യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യുഡിഎഫിന്റെ ആൾക്കാർ തന്നെ NDA വരാതിരിക്കാൻ വേണ്ടിയിട്ട് LDFന് വോട്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് പറഞ്ഞത്. അത് ഞാൻ 2 തവണ അത് പറഞ്ഞതാണ്. അത് ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് തിരുവനന്തപുരത്ത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. തിരുവനന്തപുരത്ത് അത് തന്നെ നടക്കുന്നുണ്ട്. എങ്ങനെ ഈ NDA തകർക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് പാർട്ടി നോക്കാതെ തന്നെ കൂറുമാറിക്കൊണ്ട് UDFിൽ നിന്ന് മാറിക്കൊണ്ട് LDFിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും കുറച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃപ്പൂണിത്തറ, അതുപോലെ തന്നെ നിലമ്പൂർ, കൽപ്പറ്റ തുടങ്ങിയ മണ്ഡലങ്ങളിലേക്ക് NDA അതിന്റെ ശക്തി പ്രകടനം വ്യാപിച്ചിരിക്കുകയാണ് ഇപ്രാവശ്യം. ശക്തി പ്രകടനം 23-15 സാർ. UDF 11, NDA 23, LDF 15ലേക്ക് താഴ്ന്നിട്ടുണ്ട്. LDF താഴുകയാണ്. ഈ ഒരു 10 ഇപ്പൊ 3ആയി. 10 3ആയപ്പോ 24 സീറ്റായി. പക്ഷെ അതല്ല വരേണ്ടത്, ഒരു 25 മുകളിൽ കടക്കേണ്ടതാണ്. എങ്കിലും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ അനുകൂലമായ കാവ്യക്കാറ്റ് ചെറുതായിട്ടൊന്ന് വീശി തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. പല ഭാഗങ്ങളിലും അത് ആഞ്ഞു വീശുന്നുണ്ട്. പക്ഷേ കോർപ്പറേഷൻ ആണ് മെയിൻ. കാരണം ഇത്തവണ കോർപ്പറേഷൻ BJPക്ക് കിട്ടുമ്പോൾ BJP സാധ്യതകൾ കണക്കാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഒരു വാതിൽ കൂടി BJPക്ക് തുറന്നു കിട്ടുകയാണ് എന്നുള്ളതാണ്. കാരണം 5 സീറ്റ് പ്രതീക്ഷിക്കുന്നിടത്ത് ഒരുപക്ഷെ വലിയ സംഭവവികാസങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നേറ്റമുണ്ടെങ്കിൽ BJPക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അടിത്തട്ടിലെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയുന്നത് BJPക്കാണ്. അവരത് ചെയ്യുന്നുമുണ്ട്. മറ്റേ ഇത്തവണ BJP കിട്ടിയ വലിയൊരു ഗുണമെന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നില്ല. സാർ ശ്രദ്ധിച്ചായിരുന്നു അത്? വലിയ പ്രശ്നങ്ങളെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നില്ല ഇത്തവണ. ജനങ്ങളുടെ ശ്രദ്ധയൊക്കെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോഴും ഇവർ അടിത്തട്ടിലൂടെ വീടുകൾ കയറി ഇറങ്ങി വോട്ട് ചോദിക്കലും ഇവരെ കൂടുതൽ ആളുകളിലേക്ക് കൊണ്ടുവരാനും പുതിയ QR കോഡൊക്കെ വെച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രകടനം എന്താ പറയുക തെരഞ്ഞെടുപ്പ് നീക്കങ്ങളൊക്കെ ആയിരുന്നു BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതെ, പക്ഷേ ഇവിടെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് UDFിന്റെ വോട്ടുകൾ കുറഞ്ഞിരിക്കാനുള്ള നല്ലപോലെ കുറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം UDF ഈ പ്രാവശ്യം LDFന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അണികൾ അതാണ് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും കോൺഗ്രസ് വരില്ല. BJPയുടെ മുദ്രാവാക്യം തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ്. ഒരുമാതിരി കേരളത്തിന് പുറത്ത് അവർ സാധിച്ചെടുത്തിട്ടുണ്ട്. തമിഴ്നാടും ഒക്കെ ഇനി പിടിച്ചെടുക്കും അവരത്. ഇതാണ് കാരണം അവരത് ചെയ്താൽ അത് ഏത് രീതിയിൽ അവർ കൈകൾ ആക്കണമെന്ന് BJPക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യ ഭരിക്കില്ല എന്ന് വിചാരിച്ചിടത്താണ് ഇപ്പൊ 3 വർഷം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും BJPക്ക് അതറിയാം. ഇനി കേരളത്തിൽ കൂടി അവർ പതുക്കെ ഈ ഇരുന്നിട്ട് കാല് നീട്ടുക എന്നുള്ള ഒരു രീതിയാണ് BJP അവലംബിക്കുന്നത്. പതുക്കെ മതി, സാവധാനത്തിൽ പിടിച്ചെടുത്താൽ മതി, പെട്ടെന്ന് വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് തിരുവനന്തപുരമൊക്കെ പലർക്കും കുരുപൊട്ടി തുടങ്ങിയിട്ടുണ്ട്. സഹിക്കുന്നില്ല പലർക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം LDF വന്നാലും UDF വന്നാലും BJP വന്നാലും വികസനം, ജനങ്ങൾക്ക് വികസനം വേണം. പക്ഷേ കഴിഞ്ഞ തവണത്തെ LDFന്റെ ഭരണം പൂർണ്ണ പരാജയമായിരുന്നു. ഇത്തവണ അവർക്ക് തോൽവി സമ്മാനിക്കുന്നെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആര്യ രാജേന്ദ്രന്റെ കയ്യിൽ മാത്രമായിരിക്കും. അതിന്റെ ദോഷം എന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയതയുണ്ട്. അതാണ് അരാഷ്ട്രീയതയുണ്ട്, വർഗീയതയുണ്ട്. ഇതാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ചില പ്രക്രിയകൾ നടക്കുന്നത്. അവിടെയാണ് ഈ പ്രശ്നം. വികസനമല്ല ഇവിടെ വർഗീയത, അരാഷ്ട്രീയത, അവിടെയാണ് പ്രശ്നം.